അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പഠനം സൂറത്തുൽ ബുറൂജ് 9-ാമത്തെ സൂക്തം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലദീ ലഹു മുൽക്കുസ് സമാവാതി വൽ അർദ് അല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഷഹീദ്. ആകാശങ്ങളുടെയും ഭൂമിയുടെയും അധികാരം, ആധിപത്യം അവനുള്ളതാണ്. അല്ലാഹു എല്ലാ കാര്യങ്ങൾക്കും ദൃക്സാക്ഷിയാകുന്നു. അല്ലദീ ലഹു അവനുള്ളതാണ് മുൽക്ക്, ആധിപത്യം. അസ്സമാവാത്തി ആകാശങ്ങളുടെ, വൽ അർള് ഭൂമിയുടെയും. വല്ലാഹു അല്ലാഹു അലാ കുല്ലി ഷൈഇൻ എല്ലാ കാര്യങ്ങൾക്കും ഷഹീദ് സാക്ഷിയാകുന്നു, ദൃക്സാക്ഷിയാകുന്നു. സത്യവിശ്വാസികളെ സത്യനിഷേധികൾ തീക്കിടങ്ങിലെറിഞ്ഞ് കരിച്ചു കൊന്നത് അള്ളാഹു വിശ്വസിച്ചു എന്നതിൻ്റെ പേരിലാണ് എന്നാണ് മുൻ സൂക്തത്തിൽ പറഞ്ഞത്. അസീസും ഹമീദുമായ അള്ളാഹു എന്നും പറഞ്ഞു. അതൊരു ഭീഷണിയുടെ സ്വരം കൂടിയാണ്. അള്ളാഹുവെ ജയിക്കാനോ അവൻ്റെ പ്രകാശത്തെ ഊതിക്കെടുത്താനോ നിങ്ങൾക്കാർക്കും സാധ്യമാകില്ല. കാരണം അള്ളാഹുവിന് ആകാശത്തിൻ്റെ അധികാരം മാത്രമല്ല ഉള്ളത്, മുൽക്കുസ് സമാവാതി വൽ അർള് ഭൂമിയുടെ ആധിപത്യം വാഴുന്നവനും അള്ളാഹു തന്നെയാണ്. അങ്ങനെ പ്രപഞ്ചം ഒന്നടങ്കം ഭരിക്കുന്ന അള്ളാഹുവിനെയാണ് സ്തുതിക്കേണ്ടത്. അവനാണ് ഇബാദത്ത് ചെയ്യേണ്ടത്, അവൻ്റെ മാർഗമാണ് സ്വീകരിക്കേണ്ടത്. എന്നിരിക്കെ നിങ്ങളത് സ്വീകരിക്കുന്നില്ല എന്നല്ല, സ്വീകരിച്ചവരെ കൂടി ഈ ഭൂമുഖത്തു നിന്നും ഇല്ലാതാക്കാനാണ് ശ്രമിച്ചത്. നിങ്ങളറിയണം, അർളും അള്ളാഹുവിൻ്റെ അധികാരത്തിലാണ്. ഭൂമിയുടെ പരമാധികാരിയും അള്ളാഹു തന്നെയാണ്. നിങ്ങളുടെ ഈ താന്തോന്നിത്തരങ്ങളെയും നിങ്ങളുടെ ക്രൂരതകളെയും എല്ലാം അവൻ കാണുന്നുണ്ട്. വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഷഹീദ്, ദൃക്സാക്ഷിയാണവൻ. നിങ്ങൾക്കുള്ള ശിക്ഷ അവൻ നൽകുക തന്നെ ചെയ്യും. നിങ്ങളെ അവൻ വെറുതെ വിടാൻ പോകുന്നില്ല. എല്ലാം വിചാരണയ്ക്ക് വിധേയമാക്കപ്പെടുന്ന, എല്ലാറ്റിനും അർഹതപ്പെട്ട പ്രതിഫലം ലഭിക്കുന്ന ഒരു നാളിൽ നിങ്ങൾ ഇതിനെല്ലാം ഉത്തരം പറയുകയും ഇതിൻ്റെ എല്ലാം പേരിൽ കഠിന ദണ്ഡനം അനുഭവിക്കേണ്ടി വരികയും ചെയ്യും. ഇത് അസ്ഹാബുൽ ഉഖ്ദൂദിനെ, കിടങ്ങിൻ്റെ ആളുകളെ മുൻനിർത്തിയാണ് പറയുന്നതെങ്കിലും അക്കാലത്ത് അള്ളാഹുവിൻ്റെ പ്രവാചകനെയും അദ്ദേഹത്തിൻ്റെ അനുയായികളെയും പീഡിപ്പിച്ചിരുന്ന സത്യനിഷേധികൾക്കുള്ള താക്കീത് കൂടിയാണ്. മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു, അമ്മാർ റളിയല്ലാഹു അൻഹു, സുഹൈബ് റളിയല്ലാഹു അൻഹു, സുമയ്യ റളിയല്ലാഹു അൻഹ തുടങ്ങി ഒട്ടേറെ സ്വഹാബികളെ ഈ സത്യനിഷേധികൾ ക്രൂരമായ പീഡനങ്ങൾക്ക് വിധേയമാക്കിയിരുന്നു. നിങ്ങളറിയണം, നിങ്ങളെക്കാൾ കരുത്തും ശക്തിയും അധികാരവും പവറുമെല്ലാം ഉണ്ടായിരുന്ന വലിയ വലിയ ആളുകളെ അള്ളാഹു നശിപ്പിച്ചിട്ടുണ്ട്, അള്ളാഹു ശപിച്ചിട്ടുണ്ട്. അവരൊന്നും ഇനി ഭൂമികത്തില്ല, അള്ളാഹുവിൻ്റെ ശിക്ഷയേറ്റ് വാങ്ങിക്കൊണ്ടിരിക്കുന്നു. അന്ന് അതിനെല്ലാം സാക്ഷിയായ റബ്ബ് നിങ്ങളുടെ ക്രൗര്യങ്ങൾക്കും സാക്ഷിയാണ്. അത് നിങ്ങൾ അറിഞ്ഞുകൊള്ളുക എന്ന വളരെ ഗൗരവപ്പെട്ട ഭീഷണിയാണ് ഈ സൂക്തത്തിലുള്ളത്. ഏത് നിമിഷത്തിലും നിങ്ങളെ മുച്ചൂടും നശിപ്പിച്ച് ഇല്ലാതാക്കാൻ, നിങ്ങളുടെ പേരും ചൂരും കളയാൻ അള്ളാഹുവിന് കഴിയും. അത് ഇപ്പോൾ അവൻ ചെയ്യുന്നില്ല എന്നതുകൊണ്ട് നിങ്ങൾ അഹങ്കാരത്തിൻ്റെ, ധിക്കാരത്തിൻ്റെ വഴിയിൽ ഏറെയൊന്നും മുന്നോട്ട് പോകേണ്ടതില്ല. അള്ളാഹു അവൻ കണക്കാക്കിയ ഒരു നിശ്ചിത സമയത്തേക്ക് വേണ്ടി നിങ്ങളുടെ ശിക്ഷ നീട്ടിവെച്ചിരിക്കുകയാണ്. അന്ന് നിങ്ങൾ അത് ഏറ്റുവാങ്ങേണ്ടി വരിക തന്നെ ചെയ്യും. ഈ സൂക്തം പാരായണം ചെയ്യുമ്പോൾ 3 അക്ഷരങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ച് ഉച്ചരിക്കുക. ذال ذال ضاد ضاد عين عين. ഷൈഇൻ ഷഹീദ്, തൻവീനിന് ശേഷം ഷീൻ വന്നിരിക്കുന്നു. മറച്ച് മണിക്കുക ഇഖ്ഫാ. الذي له ملك السماوات والأرض الذي له ملك السماوات والأرض والله على كل شيء شهيد والله على كل شيء شهيد. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് കരുണ ചൊരിയുമാറാവട്ടെ.